ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന പ്രത്യേക NDA യോഗത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ നേതാവായി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്ത് ഘടകകക്ഷികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഗോള നേതാക്കളുടെ അഭിനന്ദന പ്രവാഹം. INDI സഖ്യകക്ഷികൾ ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഇന്ന് വീണ്ടും യോഗം ചേരും. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് രൂപം നൽകി ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ 8 വിക്കറ്റിന് അയർലൻഡിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 17ാം ലോക്സഭ രാഷ്ട്രപതി ദ്രൌപദി മുർമു പിരിച്ചുവിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്നലെ ചേർന്ന യോഗത്തിൽ ചർച്ചയായി. അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് രാജിക്കത്ത് സമർപ്പിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രപതി ഭവനിലെത്തിയാണ് രാജി നൽകിയത്. രാജി സ്വീകരിച്ച രാഷ്ട്രപതി പ്രധാനമന്ത്രിയോടും കേന്ദ്രമന്ത്രിമാരോടും അടുത്ത സർക്കാർ രൂപീകരിക്കും വരെ ഭരണത്തിൽ തുടരാൻ നിർദ്ദേശിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറുമായും പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. ന്യൂഡൽഹിയിൽ ചേർന്ന പ്രത്യേക NDA യോഗം നരേന്ദ്രമോദിയെ നേതാവായി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ NDA ഘടകകക്ഷി നേതാക്കൾ പങ്കെടുത്തു. തെലുങ്ക് ദേശം പാർട്ടി അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു, JDU അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ, LJP രാംവിലാസ് പക്ഷം അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ദരിദ്രർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമത്തിനായി സഖ്യം നിലകൊള്ളുമെന്ന് NDA യോഗം പ്രമേയം പാസാക്കി. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDA നിയുക്ത MPമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 292 സീറ്റുകളിൽ വിജയം നേടിക്കൊണ്ടാണ് NDAയുടെ മോദി സർക്കാർ മൂന്നാം തവണയും ഭരണ തുടർച്ച ഉറപ്പാക്കിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയം നേടിയ നരേന്ദ്രമോദിക്ക് ആഗോള നേതാക്കൾ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഈ ചരിത്രപരമായ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും NDAയെയും ഏകദേശം 650 ദശലക്ഷം വോട്ടർമാരെയും US പ്രസിഡന്റ് ജോ ബൈഡൻ അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഇനിയും ശക്തമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. UK പ്രസിഡന്റ് ഋഷി സുനക്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരും തുടർ വിജയത്തിൽ മോദിയെ അഭിനന്ദനം അറിയിച്ചു. റിപ്പബ്ലിക് ഓഫ് കൊറിയൻ പ്രസിഡന്റ് യൂന സുഖ്യോൾ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ തുടങ്ങിയ നിരവധി രാഷ്ട്ര നേതാക്കൾ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ മോദിയെ അഭിനന്ദിച്ച് UAE പ്രസിഡന്റ് തുടർ പങ്കാളിത്തത്തിനായി കാത്തിരിക്കുന്നുവെന്നും ഇന്ത്യയെ കൂടുതൽ പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും നയിക്കുന്നതിൽ വിജയിക്കട്ടെയെന്നും തന്റെ ആശംസാ സന്ദേശത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. UAEയും ഇന്ത്യയും തമ്മിലുള്ള ശക്തവും തന്ത്രപരവുമായ പങ്കാളിത്തം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിനും അദ്ദേഹത്തിന് കീഴിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റങ്ങൾക്കും എല്ലാ നേതാക്കളും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇന്നലെ നടന്ന NDA യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെയും രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ശ്രമങ്ങളെയും അഭിനന്ദിച്ചത്. വികസിത ഭാരതത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും ഈ ലക്ഷ്യത്തിൽ തങ്ങളും പങ്കാളികളാണെന്നും NDA ഘടകകക്ഷികൾ പറഞ്ഞു. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രീ മോദിയുടെ പങ്കിനെ അവർ പ്രശംസിച്ചു. ആന്ധ്രാപ്രദേശിൽ 15ാം നിയമസഭ ഗവർണർ പിരിച്ചുവിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA ചരിത്ര വിജയം കൈവരിച്ചതിന് പിന്നാലെയാണ് നിയമസഭ പിരിച്ചുവിട്ടത്. YS ജഗൻമോഹൻ റെഡ്ഡിയോട് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ തുടരാൻ ഗവർണർ നിർദ്ദേശം നൽകി. 175 നിയമസഭാ സീറ്റുകളിൽ NDA 164 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കേന്ദ്ര സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ INDI സഖ്യകക്ഷികൾ ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു.
തിരഞ്ഞെടുപ്പ് ഫലവും തുടർന്നുള്ള നീക്കങ്ങളും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലായിരുന്നു യോഗം. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, RJD നേതാവ് തേജസ്വി യാദവ്, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ, NCP നേതാവ് ശരത് പവാർ, CPIM നേതാവ് സീതാറാം യെച്ചൂരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് വീണ്ടും യോഗം ചേരും. സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് പാർലമെന്റ് സീറ്റ് നേടിക്കൊടുത്ത് മികച്ച വിജയം നേടിയ ശ്രീ സുരേഷ് ഗോപിക്ക് ഇന്നലെ തൃശൂരിൽ ഊഷ്മള സ്വീകരണം. NDAയുടെ നേതൃത്വത്തിൽ വൈകിട്ട് തൃശൂർ സ്വരാജ് റൌണ്ടിൽ സംഘടിപ്പിച്ച വിജയ ഘോഷയാത്ര ശക്തി പ്രകടനമായി മാറി. നാളെ നടക്കുന്ന NDA MPമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി ഇന്ന് ന്യൂഡൽഹിക്ക് തിരിക്കും. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് രൂപം നൽകി ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്. ഡിജിറ്റൽ പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും 5G, 6G സാങ്കേതിക വിദ്യകൾക്കായി വ്യവസായങ്ങളെ സജ്ജമാക്കുന്നതിനുമുള്ള വിശാലമായ കാഴ്ചപ്പാടുമായി യോജിക്കുന്ന വിധത്തിൽ ഇൻഡസ്ട്രി 4.0 MSMEകൾക്കിടയിലുള്ള അടിസ്ഥാന സർവേ എന്ന നിർദ്ദേശം വകുപ്പ് മുന്നോട്ട് വച്ചു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ MSMEകൾ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനാണ് സർവേ ലക്ഷ്യമിടുന്നത്. കയറ്റുമതിയുടെ ഡ്യൂട്ടി ഡ്രോബാക്ക് തുക കമ്പനികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങിയതായി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അറിയിച്ചു. വ്യാപാരം സുഗമമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. പുതിയ നടപടിയിലൂടെ ഡ്രോബാക്ക് ഡിസ്ബേഴ്സൽ മെക്കാനിസത്തിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ഡ്രോബാക്ക് തുക അടയ്ക്കുന്നതിനും എടുക്കുന്ന സമയം കുറയ്ക്കുന്നതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ ക്വാക്കറലി സൈമൺസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ആദ്യമായി ഇടം പിടിച്ച് IIT ബോംബെ. പട്ടികയിൽ IIT ബോംബെ ആദ്യ 125 ഇടം നേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് അയർലൻഡിനെ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് 16 ഓവറിൽ 96 റൺസിന് പുറത്തായി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ 52 റൺസിന്റെയും ഋഷഭ് പന്തിന്റെ 36 റൺസിന്റെയും പിൻബലത്തിൽ ഇന്ത്യ 12.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഈ മാസം 9 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ജൂൺ 12 അമേരിക്കയുമായും 15 കാനഡയ്ക്കെതിരെയുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ രണ്ടാം സീഡായ രോഹൻ ബോപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം ഇറ്റാലിയൻ സഖ്യമായ സിമോൺ ബൊല്ലേലി, ആൻഡ്രിയ വവസോറി എന്നിവരുമായി സെമിഫൈനലിൽ ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ ജോഡി ബെൽജിയം സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് സെമി ബർത്ത് നേടിയത്. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കുവൈറ്റിനെ നേരിടും. ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം കൂടിയാണ് ഇത്. മ്യൂണിക്കിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യൻ ഷൂട്ടർ സർബ്ജോത് സിംഗ് പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ഒന്നാമതെത്തി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ഇനത്തിൽ അഞ്ജും മൌദ്ഗിൽ, സ്വിഫ്റ്റ് കൌർ സംര, ആഷി ചൌക്സി എന്നിവരും യോഗ്യത നേടി. 4 സ്വർണവുമായി ചൈനയാണ് മെഡൽ പട്ടികയിൽ മുന്നിൽ. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എറണാകുളം തൃക്കാക്കരയിൽ കഴിഞ്ഞ മാസം 28-നുണ്ടായ കനത്ത മഴ മേഘവിസ്ഫോടനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 28-ന് ക്യുസാറ്റ് ക്യാമ്പസിൽ 1 മണിക്കൂറിൽ 103 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. സമീപ പ്രദേശമായ കളമശ്ശേരിയിൽ 1 മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. ഇത് മേഘവിസ്ഫോടനമായി കണക്കാക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാപ്പ, കോഫെപ്പോസെ, NDPS, ദേശീയ സുരക്ഷാ നിയമം എന്നിവ സംബന്ധിച്ച ഉപദേശക സമിതിയുടെ വെബ്സൈറ്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. പ്രതിരോധ തടങ്കൽ നിയമവശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകാനും വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും വേണ്ടിയാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയത്. ഈ മാസം 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് ചേരുന്ന 4ാം ലോക കേരള സഭയിൽ 103 രാജ്യങ്ങളിൽ നിന്നും 25 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസി കേരളീയ പ്രതിനിധികൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും.
ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന പ്രത്യേക NDA യോഗത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്ത് ഘടകകക്ഷികൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഗോള നേതാക്കളുടെ അഭിനന്ദന പ്രവാഹം. INDI സഖ്യകക്ഷികൾ ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. യോഗം ഇന്നും തുടരും. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് രൂപം നൽകി ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ 8 വിക്കറ്റിന് അയർലൻഡിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.